നമസ്കാരം. ഞാൻ മുബാറക്കാണ് ദൃശ്യ. സ്ഥാനാർത്ഥി വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന പരിപാടി ദൃശ്യ മുബാറക്ക് ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കാസർഗോഡ് മുനിസിപ്പാലിറ്റി 16-ാം വാർഡിൽ മത്സരിക്കുന്ന തുരുത്തി ഭാഗം മത്സരിക്കുന്ന ഫൗസിയ അനീഫ് തുരുത്തി, അതാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഒരുപാട് വിവാദ പ്രസംഗങ്ങളും ഒരുപാട് വിവാദങ്ങളുമുള്ള തുരുത്തി 16-ാം വാർഡ് ഒരു ചർച്ചാ വിഷയമാണ്. യൂത്ത് ലീഗ് നേതാവ് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ദീനിയായ സ്ഥാനാർത്ഥിയാണ്, 5 നേരം നിസ്കരിക്കും, നോമ്പ് നോക്കും എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ അത് ചെയ്യാത്ത മട്ടിലാണ് ആ നേതാവിന്റെ പ്രസ്താവന. അത് വിവാദമാവുകയും വൈറലാവുകയും ചെയ്തു. അതിനെതിരെ ഫൗസിയ പറയുന്നത് അത് ഞങ്ങളെ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലാണ്, മറ്റുള്ള മുസ്ലിം അല്ലാത്ത മറ്റുള്ള നമ്മുടെ സഹോദരന്മാരെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനയായിരുന്നു അത്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊരു ഗസ്റ്റാണ്, പുറത്തുനിന്ന് വന്ന ചെയർപേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് വന്ന ഒരു ഗസ്റ്റാണ്, അത് ബിരുന്നുകാരിയാണ്, അവർ ഒരിക്കലും ഇവിടെ ജയിക്കില്ല. തിരുത്തിയിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്, ചെയർപേഴ്സൺ ആവാൻ അർഹതപ്പെട്ടവരുണ്ട്, അതുപോലെ മത്സരിക്കാൻ അർഹതപ്പെട്ടവരുണ്ട്. പുറത്തുനിന്നൊരു സ്ഥാനാർത്ഥിയെ ഇവിടെ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് ഫൗസിയയുടെ അഭിപ്രായം. നമുക്ക് ഫൗസിയയുടെ അടുത്ത് പോവാം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് 16-ാം വാർഡ്, കാസർഗോഡ് മുനിസിപ്പാലിറ്റി 16-ാം വാർഡ്, ഫൗസിയ അനീഫ് തുരുത്തി എന്നവരടുത്താണ്. ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. കടുത്ത പോരാട്ടമാണ് അല്ലേ? കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ 16-ാം വാർഡിൽ മത്സരിക്കുന്ന ഫൗസിയ ഹനീഫ് തുരുത്തിയാണ്. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ്റെ ചിഹ്നമായ മൊബൈൽ ഫോൺ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. നിങ്ങൾ ജയിച്ചു വന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണല്ലോ, ജയിക്കുമോ? ഉറപ്പ്? അത്രയും ഉറപ്പുണ്ട്. അപ്പൊ ഈ ജയിച്ചു വന്നാൽ ഈ നാട്ടുകാർക്കും ഈ വോട്ടർമാർക്കും നിങ്ങൾ ചെയ്തു കൊടുക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? എന്നെ ജനങ്ങൾ ജയിപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഇല്ലാതാക്കും, പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം അത് കിട്ടും, പിന്നെ റോഡ് സൗകര്യം, പിന്നെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി 16-ാം വാർഡിൽ എന്തൊക്കെ ഇതുണ്ടോ അതെല്ലാം. അപ്പൊ ഈയിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് ഒരു പ്രസംഗം നടത്തുകയുണ്ടായല്ലോ. അവരെ സ്ഥാനാർത്ഥി ഭയങ്കര നിസ്കാരം, നോമ്പ്, പിന്നെ ഈമാനുള്ള ഒരാള്. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ മുസ്ലിമായ എല്ലാവർക്കും നിസ്കാരം നോമ്പും നിർബന്ധമാണ്, അത് പറഞ്ഞറിയിക്കേണ്ടതില്ല. പിന്നെ അത് സ്ത്രീകളെ മൊത്തം അപമാനിച്ച